നമസ്കാരം ഉണ്ടേ. അസറ്റ് അമേരിക്കൻ കഫേയിലോട്ട് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അപ്പം മറ്റൊരു ദിവസം, അതായത് സൺഡേ എത്തിയിരിക്കുക അല്ലേ. സൺഡേ ഈവനിങ്ങിൽ നിങ്ങൾ അടിച്ചു പൊളിക്കുന്ന സമയത്തിനിടയിൽ കുറച്ച് വിശേഷങ്ങളും, നാട്ടിലെ കുറച്ച് വിശേഷങ്ങളും, നല്ല നല്ല പാട്ടുകളുമായിട്ട് അമേരിക്കൻ കഫേയിൽ ഞാൻ എത്തിയിട്ടുണ്ട്. എന്തായാലും ഒരുപാട് വിശേഷങ്ങൾ എനിക്ക് പറയാനുണ്ട്, അതിനൊക്കെ കാത്തിരിക്കുക. അതിന് മുന്നേ നല്ലൊരു പാട്ട് കണ്ട് നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങാം അല്ലേ. വെൽക്കം ബാക്ക് ടു അസറ്റ് അമേരിക്കൻ കഫേ. അസറ്റ് അമേരിക്കൻ കഫേയിൽ ഒരുപാട് വിശേഷങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഫസ്റ്റ് വിശേഷം തന്നെ, മഴ ഇതുവരെ നമ്മുടെ നാട്ടിൽ പെയ്തിട്ടില്ല. എന്തായാലും നല്ല ചൂടൊക്കെയാണ്. ചൂടെന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ചൂടാണ് ഇപ്പം അനുഭവിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ മഴ ഇന്ന് പെയ്യോ നാളെ പെയ്യോ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആകാശത്തോട്ട് നോക്കിയിരിക്കുമ്പോഴേക്കും നമ്മൾ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇടിയും മിന്നലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആകാശത്ത് വരുന്നുണ്ട്. പക്ഷെ മഴ അങ്ങോട്ട് താഴോട്ട് വരുന്നില്ല. എന്താണാവോ. എന്തായാലും അവിടെ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു ക്ലൈമറ്റ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് ഒരു നമ്പർ കാണുന്നുണ്ടല്ലോ. ആ നമ്പറിലോട്ട് വിളിച്ച് നിങ്ങൾക്ക് വിഷസ് പറയാം, എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ, നാട്ടിൽ ആരോടെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, എന്ത് വേണമെങ്കിലും പറയാം. അല്ലേ, എൻ്റെ അടുത്ത് കുറച്ച് നേരം സംസാരിക്കണമെങ്കിലും വിളിക്കാം. എന്തായാലും നിങ്ങളുടെ വിശേഷങ്ങൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അപ്പോൾ ആ നമ്പറിലോട്ടൊന്ന് വിളിക്കാം. എന്തായാലും കൂട്ടത്തിൽ മെയിലും അയക്കാൻ മറക്കണ്ട. എന്തായാലും ഇവിടെ മഴ പെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ കണ്ട പാട്ട് എന്താന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ഉണ്ണിമൂന്തൻ പാടുന്നതായിട്ട് അഭിനയിച്ചതൊന്നുമല്ല, ഉണ്ണിമൂന്തൻ ഒറിജിനലായിട്ട് പാടിയ പാട്ടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ ഒരുപാട് ആക്ടേഴ്സ് ഇതുപോലെ ഇങ്ങനെ പാടുന്നുണ്ടല്ലേ. നമ്മുടെ പൃഥ്വിരാജ് പാടി, മീര ജാസ്മിൻ പാടി, കാവ്യ മാധവൻ പാടി. ശരിക്കും പറഞ്ഞാൽ ഈ ആക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടിങ് മാത്രമല്ല അവരുടെ ടാലന്റ്, ഒരുപാട് ടാലന്റ് ഉണ്ടെന്ന് നമ്മളിങ്ങനെ പതിയെയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഉണ്ണിമൂന്തന്റെ ആ ഒരു പാടാനുള്ള കഴിവ് നമ്മൾ കണ്ടല്ലേ. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാവർക്കും എന്ത് കഴിവുണ്ടെങ്കിലും അത് എല്ലാവരും അറിയണം, നല്ല രീതിയിൽ അതിനുവേണ്ടി വർക്ക് ചെയ്യണം. അല്ലാണ്ട് ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ച് മിണ്ടാണ്ടിരുന്ന് ചില എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, നന്നായി പാടുമായിരിക്കും, നന്നായി ഡാൻസ് കളിക്കുമായിരിക്കും, പക്ഷെ പറയത്തില്ല, ഒന്നും പറയത്തില്ല. ചിലർ കാണുമ്പോൾ ഞാൻ ചോദിക്കും, എന്താണ് ആക്ച്വലി നിങ്ങളുടെ ആ ഒരു എക്സ്ട്രാ ആയിട്ടുള്ള നിങ്ങളുടെ ഒരു ആക്ടിവിറ്റി എന്നൊക്കെ ഞാൻ ചോദിക്കും. പക്ഷെ ആരും പറയത്തില്ല, ഒന്നും ഇല്ലാന്ന് പറയും. കുറെ കഴിഞ്ഞ് മൂളെന്നൊക്കെ കേട്ടിട്ടായിരിക്കും മനസ്സിലാകുന്ന അവർ പാടുന്നല്ലേ. ഞാനൊക്കെ ആണെങ്കിൽ പാടത്തില്ലെങ്കിൽ പോലും ഞാൻ പാടും എന്നൊക്കെ പറഞ്ഞ് ഞാൻ നടക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു കഴിവുണ്ടെങ്കിൽ അത് നമ്മൾ പുറത്തോട്ട് കൊണ്ടുവരാം, മറ്റുള്ളവരോട് പറയുക, നമ്മുടെ ആ ഒരു കഴിവ് പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും ഒരു പാട്ടൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്ന് ബാക്കി അഭിപ്രായം കേൾക്കാല്ലേ. അപ്പൊ ഇനി അസറ്റ് അമേരിക്കൻ കഫേയിൽ മറ്റൊരു സൂപ്പർ സോങ്. വെൽക്കം ബാക്ക് ടു അസറ്റ് അമേരിക്കൻ കഫേ. ഇപ്പൊ കണ്ടത് ഒരു ഒരു ആൽബം സോങ് ആണ്. ഇതിൽ അപർണ ബാലമുരളിയാണ് അഭിനയിച്ചിരിക്കുന്നത്. ശരിക്കും കുറച്ച് നാൾക്ക് മുന്നേ അപർണ ചെയ്തയാണെന്ന് തോന്നുന്നു. പക്ഷെ ഒരു ഇപ്പൊ കാണുന്ന അതേ ഒരു ഫീൽ തന്നെ നമുക്ക് ഈ സോങ്ങിലും കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. എന്തായാലും മഹേഷിന്റെ പ്രതികാരം എന്ന ഫിലിമിലൂടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലോട്ട് എത്തിയ ഒരു നല്ലൊരു ആക്ട്രസ് ആണ് അപർണ ബാലമുരളി. എന്തായാലും ഞാനിങ്ങനെ ഈ ഒരു പാട്ടൊക്കെ കണ്ടോണ്ടിരുന്നപ്പോ, ആ ഒരു കുട്ടിക്കാലം അങ്ങനെയൊക്കെ കണ്ടോണ്ടിരുന്നപ്പോ എനിക്ക് ഫീൽ ചെയ്ത് എന്താ വെച്ചാൽ, നമ്മൾ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുമല്ലേ. ഒരുപാട് ഒരുപാട് സബ്ജക്ട്സ് പഠിക്കും. സയൻസ്, മാത്സ്, ലാംഗ്വേജ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. പക്ഷെ ചില ലൈഫിൽ കുറെ കാര്യങ്ങളൊന്നും പഠിപ്പിച്ച് തരത്തില്ല. എന്താ വെച്ചാൽ സമയമില്ല. ഇത്രയും അധികം കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോഴേക്കും അതിന് എവിടുന്ന സമയമില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു സബ്ജക്റ്റ് വേണം, ലൈഫ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് തന്നെ വേണം അല്ലെ. കാരണം ഈ പഠിച്ച സ്കൂളിൽ നിന്നൊക്കെ ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു വേൾഡാണ്. വേറൊരു വേൾഡിലോട്ട് എത്തുമ്പോഴേക്കും എന്താണ് സംഭവിക്കുന്നത് അങ്ങനെയൊന്നും അറിയില്ല നമുക്ക് ആർക്കും. ഇങ്ങനെ ഫേസ് ചെയ്യുന്നതനുസരിച്ച് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേ ഇരിക്കും അല്ലേ. അപ്പൊ കുറച്ച് ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്നത് ഫെയിലിയേഴ്സ് ആയിരിക്കും. ഈ ഫെയിലിയേഴ്സ് ഫേസ് ചെയ്യുമ്പോഴേക്കും ഒരുപാട് ചിലരൊക്കെ ഭയങ്കര ഡിപ്രഷനിലോട്ടൊക്കെ പോകുന്ന നമ്മൾ ഫ്രണ്ട്സ് ആയാലും ഒരുപാട് പേരെ കാണാറുണ്ട്. അപ്പം ഇങ്ങനെ ലൈഫിൽ ചില കാര്യങ്ങൾ നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കാറില്ല. പക്ഷെ അതൊക്കെ നമ്മൾ തന്നെ സ്വയം അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറെയൊക്കെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പ്രശ്നങ്ങളില്ല. ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മളെ ഡിപ്രസ്ഡ് ആക്കുന്നത്. ചിലപ്പം നമ്മൾ ഉദ്ദേശിച്ച ഒരു എയിമിൽ നമുക്ക് എത്തിച്ചേരാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ നമുക്ക് ഒരുപാട് ലവില് ഫെയിലിയർ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ ഫെയിലിയർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. പക്ഷെ അതൊക്കെ ചെറുതാണ്. അതിലും വലുത് എന്ത് ഒരു ചെറിയ കാര്യം ദൈവം മാറ്റിക്കഴിഞ്ഞാലും അതിനെ റീപ്ലേസ് ചെയ്യുന്ന അതിലും വലിയൊരു നല്ല കാര്യമായിട്ടായിരിക്കും എന്നുള്ളത് മാത്രം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊന്നും ഈ ഫെയിലിയേഴ്സിനെ പറ്റിയൊന്നും അങ്ങനെ വിഷമം വരില്ല. അപ്പൊ ലൈഫിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ പഠിച്ചതിനേക്കാളും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാറുണ്ട്. എന്നാലും നമുക്ക് കാര്യമൊക്കെ ഈസി ആയിട്ട് ഡീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്തായാലും എന്തൊക്കെയല്ലേ ഞാൻ പറഞ്ഞിരുന്നേ. എന്തായാലും ഇനി നമുക്ക് അടുത്ത കാണാൻ പോകുന്ന പാട്ടെന്ന് പറയുന്നത് മാർ ക്രിസോസ്റ്റം തിരുമേനിക്ക് 100 വയസ്സായതിന്റെ പേരിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് മാവേലി എക്സ്പ്രസ് ബാൻഡിന് വേണ്ടി ഗോപു കൃഷ്ണ മ്യൂസിക് ഡയറക്ഷൻ ചെയ്ത പാട്ടാണ്. വെൽക്കം ബാക്ക് ടു അസറ്റ് അമേരിക്കൻ കഫേ. എന്തായാലും നല്ലൊരു പാട്ടല്ലേ, ആശംസ അർപ്പിച്ചുകൊണ്ട്. അപ്പം ആ 100ാം വയസ്സ് ആഘോഷിക്കുന്നതിന് ഒരുപാട് ഇനിയും ഒരുപാട് നാൾ ജീവിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും നമുക്കൊരു കോൾ എത്തിയിട്ടുണ്ട്. ഹലോ
ഹലോ, ഇത് ജയന്ത് ആണ്. വെൽക്കം ടു അസറ്റ് അമേരിക്കൻ കഫേ. ഇത് ആരാണ്? ഇത് ജയന്ത് മേനൻ. ജെയ്സൺ. ജയൻ. ഓക്കെ, ജയൻ എവിടുന്ന് വിളിക്കുന്നു? ഞാൻ പെൻസിൽവേനിയ. എവിടുന്നാണ്? പെൻസിൽവേനിയ. കുറച്ച് ഉറക്കം പറയോ, ക്ലിയർ ആവുന്നില്ലല്ലോ. ഫിലഡൽഫിയ. ഓക്കെ, നാട്ടിലെവിടെയാണ്? നാട്ടില് പാലക്കാട്. പാലക്കാട്. ഓക്കെ, അവിടെ ജോലിയായിട്ട് പോയതാണോ? ഇവിടെ ജോലിയായിട്ട് വന്നതാണ്. ഓക്കെ, ആരൊക്കെ ഉണ്ട് അവിടെ? ഇവിടെ വൈഫുണ്ട്, കുട്ടികളുണ്ട്, 2 കുട്ടികളുണ്ട്, 2 ഗേൾസ് ആണ്. ഓക്കെ, പെൺമക്കളാ അല്ലേ? വൈഫ് ഹിന്ദു ആൻഡ് മക്കള് മാളവിക ആൻഡ് പൂജ. ഓക്കെ ഓക്കെ, കുറച്ച് ഉറക്കം പറയണേ, ക്ലിയർ ആവുന്നില്ല കേട്ടോ. ഹലോ, ഓക്കെ, ഞാൻ കുറച്ച് ഉറക്കം പറയാൻ നോക്കാം. ഇത് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ ഓക്കെയാണ്. എന്തായാലും പാലക്കാട് എത്ര വർഷമായി അവിടെ എത്തിയിട്ട്? 10 years ആയി. 10 years ആയി. ഓക്കെ, അപ്പൊ അവിടെ തന്നെ സെറ്റിൽ ചെയ്യാനാണ് പ്ലാൻ? ഇതുവരെ അതാണ് പ്ലാന്. നാട്ടിൽ പോകണം, കുട്ടികൾക്കൊക്കെ പിന്നെ നാട്ടിൽ കാണിച്ച് എനിക്ക് പോവാറുണ്ട് നാട്ടില്. പിന്നെ വർഷത്തിൽ ഒരു പ്രാവശ്യം എന്തായാലും പോകാറുണ്ട് നാട്ടില്. അങ്ങനെയായിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. വൈഫിന് അവിടെ ജോലി ഉണ്ടോ? വൈഫൊരു ജോലിയുണ്ട്. വൈഫ് ഒരു റിസർച്ച് സയന്റിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ സയന്റിസ്റ്റ് ഒക്കെ ഉള്ളൊരു ഫാമിലിയാ. ഗുരുവായൂരിനാണ്. ഇവിടെ വന്നിട്ട് പിന്നെ അവിടെ ഫുഡ് പ്രൊഫഷൻ പിന്നെ സെയിം കണ്ടിന്യൂ ചെയ്യാൻ. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും അടുത്ത പാട്ട് ജയനും ജയന്റെ ഫാമിലിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, ബൈ. എന്തായാലും ജയനും ജയന്റെ ഫാമിലിയും അമേരിക്കയിൽ തന്നെ സെറ്റിൽ ആയിരിക്കുകയാണ്. എന്തായാലും നാട്ടിലുള്ളവർക്കും എല്ലാവർക്കും ജയന്റെ ഫാമിലിക്കും ഒക്കെ വേണ്ടിയിട്ട് അടുത്തൊരു നല്ലൊരു പാട്ട് നമുക്ക് കാണാം. വെൽക്കം ബാക്ക് ടു അസറ്റ് അമേരിക്കൻ കഫേ. അപ്പൊ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ഇതാരാണ്? എന്താ? ബീനു. അതെ. ഓക്കെ, ബീനു എവിടുന്ന് വിളിക്കുന്നു? ബീനുവിന്റെ പുറത്തുള്ള പേര് ഇത് തന്നെയാണോ? അതെ, ബീനു. ഓക്കെ ഓക്കെ. അവിടെ ആരൊക്കെയുണ്ട്? ഹസ്ബൻഡ് ഉണ്ട്, 3 മക്കളുണ്ട്. എത്ര നാളായി അങ്ങ് പോയിട്ട്? ഞങ്ങളിപ്പോ ഇവിടെ വന്നിട്ട് 16 കൊല്ലമായി. 2000 വന്നതാണ്. ഓക്കെ ഓക്കെ. ഹസ്ബൻഡിനാണോ അവിടെ ജോലി? ഞങ്ങക്ക് 2 പേർക്ക് ഇവിടെ ജോലിയാ ഉണ്ട്. എന്തായിട്ട് വർക്ക് ചെയ്യാ? ഞാൻ ഇവിടെ വെറ്ററൻസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ. നാട്ടിലെവിടെയാണ്? നാട്ടില് ട്രിവാൻഡ്രത്ത്. ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് എവിടെയാണ്? അതെ, പേരൂർക്കട. പേരൂർക്കട. ഇപ്പൊ നാട്ടിൽ ആരൊക്കെയുണ്ട് ഇപ്പൊ വീട്ടില്? നാട്ടില് പപ്പയും മമ്മിയുണ്ട്. ഉണ്ടല്ലേ. എപ്പോഴാ ഇനി വരാൻ പ്ലാൻ നെക്സ്റ്റ്? അറിയത്തില്ല, മേ ബി നെക്സ്റ്റ് ഫെബ്രുവരി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നാട് മിസ് ചെയ്യുന്നില്ലേ? ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഡൗട്ട് ഉണ്ട്, 16 വർഷമായില്ലേ? ഇല്ല, ഞങ്ങൾ എപ്പോഴും വരാറുണ്ട്. അറ്റ്ലീസ്റ്റ് 1-2 years വരാറുണ്ട്. ആണല്ലേ. അവിടെ സെറ്റിൽ ചെയ്യാനാണോ പ്ലാൻ? ഇനി കുറച്ച് കഴിഞ്ഞിട്ട് തിരിച്ചു വരാൻ പ്ലാൻ ഉണ്ടോ? അറിയത്തില്ല, ദൈവഹിതം പോലെ. ഓക്കെ ഓക്കെ. ഇപ്പൊ ഒരു ന്യൂസ് ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ അമേരിക്ക കൊറിയ ആയിട്ട് യുദ്ധം പ്രഖ്യാപിച്ചായിട്ടൊക്കെ, നോർത്ത് കൊറിയ ആയിട്ട് ഒരു വാർണിംഗ് ഒക്കെ കൊടുത്തു. അറിയാമോ? പൊളിറ്റിക്കൽ അൺറസ്റ്റ് ഉണ്ട്. അറിയത്തില്ല, ഒരു 3rd വേൾഡ് വാർ ആവോ? അറിയില്ല അല്ലേ. എന്തായാലും വേണ്ടി പ്രാർത്ഥിക്കാം. അത് തന്നെ. എന്ത് നാശനഷ്ടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അല്ലേ വരുവാണെങ്കിൽ, അങ്ങനെ ആവണ്ടിരിക്കാൻ നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എന്തായാലും ആർക്കെങ്കിലും വിഷ് പറയാനുണ്ടോ? നാട്ടിലുള്ള പപ്പയ്ക്കും മമ്മിക്കും എന്റെ റിലേറ്റീവ്സ് എല്ലാവർക്കും, പിന്നെ നാട്ടിലുള്ള എല്ലാവർക്കും ആശംസിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ താങ്ക്സ് ഫോർ കോളിംഗ്. താങ്ക് യു ആൻഡ് ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ബൈ. ഓക്കെ, അപ്പൊ ബീനു ആണ് വിളിച്ചത്. ബീനുവിന്റെ ഫാമിലിക്കും ഇവിടെ നാട്ടിലുള്ള എല്ലാവർക്കും റിലേറ്റീവ്സും നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നല്ലൊരു പാട്ട് നമുക്ക് കാണാം. വെൽക്കം ബാക്ക് ടു അസറ്റ് അമേരിക്കൻ കഫേ. എന്തായാലും അസറ്റ് അമേരിക്കൻ കഫേയിൽ നമുക്കൊരു മറ്റൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, വെൽക്കം ടു അസറ്റ് അമേരിക്കൻ കഫേ. ഇത് ആരാണ്? എന്റെ പേര് മോളി എന്നാണ്. മോളി എന്നാണ്. എവിടുന്നാ വിളിക്കുന്നത്? ന്യൂയോർക്കിൽ നിന്ന്. നാട്ടിലെവിടെയാണ്? കോട്ടയം. അപ്പം അവിടെ ആരൊക്കെയുണ്ട്? ഇവിടെ എന്റെ ഹസ്ബൻഡും മോളും ഞങ്ങളുണ്ട്. മോൻ വേറൊരു സ്ഥലത്താണ്, ഫിലഡൽഫിയ എന്ന് പറയും. അവിടെ പഠിക്കാണോ?
അല്ലല്ല, അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞതാ. മോന് 4.5 വയസ്സുള്ള ഒരു മോനുണ്ട്, മോക്ക് 1 വയസ്സുള്ള കൊച്ചുണ്ട്. ആണല്ലേ? അപ്പൊ അവിടെ പോയിട്ട് ഒരു 20 വർഷത്തിൽ കൂടുതലായോ? 14 വർഷമായി. 2002 വന്നതാ. 2002 വന്നതാ അല്ലേ? ഓക്കെ. അവിടെ ചെന്നതിന് ശേഷമാണോ മോന്റെ മാരേജും ഒക്കെ കഴിഞ്ഞത്? അതെ അതെ. ഓക്കെ ഓക്കെ. അപ്പൊ ഇവിടെ വെച്ച് തന്നെയായിരുന്നോ? കുട്ടികളൊക്കെ ഇവിടെ പഠിക്കായിരുന്നു, പെട്ടെന്ന് അങ്ങോട്ട് പോയതാ അല്ലേ? മോളുടെ 10ാം ക്ലാസ്സിലെ ക്ലാസ് പരീക്ഷ കഴിഞ്ഞപ്പോ ഞങ്ങൾ ഇങ്ങനെ അങ്ങ് പോകുന്നു. ഹസ്ബൻഡിന് അവിടെ ജോലി ആയതുകൊണ്ടാ അല്ലേ? അല്ല അല്ല, ഹസ്ബൻഡിന്റെ സഹോദരങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പൊ അവരിങ്ങനെ സഹോദരങ്ങൾക്ക് വേണ്ടി ഫയൽ ചെയ്ത് ഞങ്ങൾ എല്ലാരും ഇങ്ങനെ പോകുന്നതാ. ഓക്കെ. അപ്പം ഫാമിലി ഫുൾ അവിടെ ഉണ്ട്. ഉണ്ട്. ഹസ്ബൻഡിന്റെ 9 മക്കളില് അവര് 7 പേരും ഇവിടെ ഉണ്ട്. 9 മക്കളുണ്ടല്ലേ? ഹസ്ബൻഡ് ഒക്കെ 9 മക്കളാണ് അവര്. ഓക്കെ. അവര് 7 പേരും അവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഹാപ്പി ആയിരിക്കും. നാടൊന്നും മിസ് ചെയ്യാൻ ഒരു ചാൻസും ഇല്ല. പക്ഷെ ചേച്ചിയുടെ വീട്ടുകാരൊക്കെ ഇവിടെയാണോ? എന്റെ വീട്ടുകാര് കോട്ടയത്താണ്. കോട്ടയത്തല്ലേ? ചേച്ചിക്ക് എത്ര സിസ്റ്റേഴ്സും ബ്രദേഴ്സും ഒക്കെ ഉണ്ട്? എനിക്ക് സിസ്റ്റേഴ്സ് ഇല്ല, 2 ബ്രദേഴ്സും അമ്മച്ചിയും ഉണ്ട്. എന്റെ ഫാദർ മരിച്ചുപോയി. ആണോ? അവരൊക്കെ കോട്ടയത്ത് തന്നെ അല്ലേ? കോട്ടയത്ത് വടവാന്നൊക്കെ പറയും, തിരുവഞ്ചൂര്. ഓക്കെ. ലാസ്റ്റ് ടൈം എപ്പോഴാ വന്നത്? ഇപ്പൊ ഞാൻ വന്നിട്ട് 1.5 വർഷമായി. 1.5 വർഷമായല്ലേ? ഓക്കെ. 1.5 വർഷം മുമ്പാ വന്നല്ലേ? എല്ലാ വർഷവും ഞാൻ വന്നോണ്ടിരുന്നാണ്. ഇപ്പൊ മോടെ കൊച്ചുള്ളത് കൊണ്ട് കൊച്ചു എത്ര വയസ്സായി കുഞ്ഞിന്? കുഞ്ഞിനിപ്പം ഫെബ്രുവരി 25-ാം തീയതി 1 വയസ്സ് കഴിഞ്ഞു. അപ്പൊ ബിസി ആയ ഒരു അമ്മുമ്മയാണ്. അതെ അതെ. എന്തായാലും കുഞ്ഞ് ഇപ്പൊ പിടിച്ചൊക്കെ നടക്കും അല്ലേ? അല്ലല്ല, കുഞ്ഞിപ്പോ നടക്കാൻ തുടങ്ങി. അപ്പൊ പിന്നെ ബിസിയോട് ബിസി ആയിരിക്കും. കാണുന്നൊക്കെ എടുക്കും, ഓടി വീഴും അല്ലേ? അതെ അതെ. ഓക്കെ. അപ്പൊ സമയമേ ഇല്ല വീട്ടില്. എന്തായാലും ആർക്ക് വേണ്ടിയാണ് പാട്ട് വേണ്ടത്? മിനിങ്ങാന്ന് എന്ന് പറയുന്ന ഏപ്രിൽ 28 എന്റെ മോടെയൊക്കെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു, 4ാമത്തെ. പിന്നെ എന്റെ ഒരു കസിന്റെ മോന്റെ എൻഗേജ്മെന്റ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ചയില്. പിന്നെ എന്റെ ഫ്രണ്ടിന്റെ മോടെ ബർത്ത്ഡേ, പിന്നെ വേറൊരു ഫ്രണ്ടിന്റെ മോന്റെ വെഡിങ് ആനിവേഴ്സറി. അങ്ങനെ ഒരുപാട് പേരുടെ ഒരുപാട് കാര്യങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് നാട്ടില്. എൻഗേജ്മെന്റും ബർത്ത്ഡേയും ഒക്കെ ഇവിടെയുള്ള ഫ്രണ്ട്സ് ഇല്ല. ഓക്കെ ഓക്കെ. അവർക്കെല്ലാം വിഷയമാണ് അല്ലേ? അതെ അതെ. അപ്പൊ ഒരാള് വെഡിങ് ആനിവേഴ്സറിക്ക് ഓഷിക്കാനായിട്ട് നാട്ടിലോട്ട് പോയിട്ടുണ്ട്, ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് അടുത്ത പാട്ട്. അതെ അതെ. അപ്പൊ ഈ എല്ലാവർക്കും വേണ്ടി വിഷ് ചെയ്തുകൊണ്ട് അടുത്തൊരു പാട്ടാണ് മോളി ചേച്ചിയുടെ വക. എന്തായാലും താങ്ക്സ് ഫോർ കോളിംഗ്. ബൈ. ഇനി അസെറ്റ് അമേരിക്കൻ കഫേയിൽ അവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്ക് സോങ് കാണാം അല്ലേ? വെൽക്കം ബാക്ക് ടു അസെറ്റ് അമേരിക്കൻ കഫേ. ഇപ്പൊ കണ്ട പാട്ടിലെ ഹീറോയിൻ നമ്മുടെ ആശ ശരത്തായിരുന്നു അല്ലേ? എന്തായാലും ഈ ആശ ശരത്ത് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ കുറെ പേർക്കെങ്കിലും പ്രചോദനമാകേണ്ട ഒരു നടി തന്നെയാണ്. ആശ ശരത്ത് പണ്ട് കലാതിലകമൊക്കെ ആയിരുന്നു. അപ്പൊ ആ ടൈമില് ആക്ടിങ്ങിന് വേണ്ടി ഒരുപാട് പാഷൻ ഉണ്ടായിരുന്നു. പക്ഷെ വീട്ടിലൊന്നും സമ്മതിച്ചില്ല, അങ്ങനെ നടന്നില്ല. പക്ഷെ ഒരു ടൈം കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ആയതിനു ശേഷമാണ് ശരിക്കും ആശാ ശരത്തിന്റെ ഒരു എൻട്രി അല്ലേ ശരിക്കും. അപ്പം ഇപ്പം ഒന്നും എന്താ എയിമിലെത്താൻ പറ്റില്ല, ഒരു പാഷൻ ഉണ്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിലും വിഷമിക്കൊന്നും വേണ്ട. ഒരു ടൈം ആവുമ്പോൾ നമുക്കത് വരും എന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ട് വന്നിരിക്കും. അപ്പം ഹോപ്പ് ഒരിക്കലും വിടരുത്. എന്തായാലും ഞാൻ ഹോപ്പ് ഒട്ടും വിടാതെ കണ്ട ഒരു സിനിമയുണ്ട്. ഏത് സിനിമയാണ്? ബാഹുബലി ദ കൺക്ലൂഷൻ. എന്തായാലും ബാഹുബലി ദ കൺക്ലൂഷൻ ഇറങ്ങിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ. ഞാൻ ഫസ്റ്റ് ഡേ തന്നെ സിനിമ കണ്ടിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും അതിന്റെ ഒരു ഇമ്പാക്ട് എനിക്ക് മാറിയിട്ടില്ല. ചില ഫിലിംസ് ഫസ്റ്റ് പാർട്ട് വന്ന് കഴിയുമ്പോഴേക്കും സൂപ്പർ ഹിറ്റ് ആയിരിക്കും. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചിട്ട് ഇങ്ങനെ കാത്തിരുന്ന് കാണാൻ ചെല്ലുമ്പോഴേക്കും അങ്ങ് ഫ്ലോപ്പ് ആവുമല്ലേ? മിക്കപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ ബാഹുബലി അങ്ങനെ അല്ല. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ടിന്റെ ഒക്കെ ഒരുപാട് മുകളിലാണ്. ശരിക്കും പറഞ്ഞാൽ രാജമൗലിക്ക് വലിയൊരു എന്താ പറയാ സല്യൂട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും നല്ല സിനിമ എങ്ങനെ എടുക്കാൻ പറ്റുന്നു? എനിക്കത് കണ്ടിട്ട് എന്താ പറയാ രോമാഞ്ചമാണ്. ഒരു സീനിലും എന്നുള്ളൊരു ഫീല് വന്നിട്ടേ ഇല്ല. എന്തായാലും രാജമൗലി മാത്രമല്ല, അല്ല ആക്ടേഴ്സ് എല്ലാവരും തന്നെ വളരെ പെർഫെക്റ്റ് ആയിരുന്നു. നമ്മുടെ പ്രഭാസിനെ പറ്റി പറയണ്ട. ഫസ്റ്റ് പാർട്ടിൽ കണ്ടതിനേക്കാളും പ്രഭാസിനോട് കൂടുതൽ അടുപ്പം തോന്നുന്ന സെക്കൻഡ് പാർട്ടിലാണ്. ശരിക്കും പറഞ്ഞാൽ എല്ലാം ഉണ്ട്. കോമഡിക്ക് കോമഡി, റൊമാൻസ്, യുദ്ധം, എന്താ പറയാ എല്ലാം മിക്സ് ചെയ്ത ഒരു എന്താ പറയാ സൂപ്പർ
സൂപ്പർ ഫിലിമാണ് നമ്മുടെ രാജമൗലി സംവിധാനം ചെയ്തിരിക്കുന്ന ബാഹുബലി. അതിൽ പിന്നെ എടുത്തു പറയേണ്ട ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ അനുഷ്ക തന്നെയാണ്. അനുഷ്ക എന്താ പറയാ, അനുഷ്കയുടെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലുക്ക് ഈ ഫിലിമിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്രയും ബ്യൂട്ടിയൊക്കെ ഒരാൾക്ക് കൊടുക്കാൻ പാടുണ്ടോ ഈശ്വര എന്ന് അസൂയ തോന്നുന്ന രീതിയിലാണ് അനുഷ്ക ഫിലിമിൽ വരുന്നത്. അനുഷ്ക അതുപോലെ തന്നെ രമ്യാകൃഷ്ണൻ പിന്നെ പറയണ്ട, രമ്യാകൃഷ്ണന്റെ പെർഫോമൻസ് ഫസ്റ്റ് ഒരു നടത്തമൊക്കെ ഉണ്ട്, അതൊക്കെ കാണണം, തിയേറ്ററിൽ പോയി തന്നെ കാണണം. പിന്നെ എന്താ പറയാ, വിഷ്വൽ ട്രീറ്റ് ആണ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട്. ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഇന്ത്യൻ ഫിലിം തന്നെയാണ് ബാഹുബലിയുടെ സെക്കൻഡ് പാർട്ട്. ഒരുപാട് ഫിലിംസ് ഇപ്പോൾ ഹോളിവുഡിലായാലും ഒരുപാട് ഇങ്ങനെ യുദ്ധമൊക്കെ കാണിക്കുന്ന ഒരുപാട് ഫിലിംസ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇത്രയും എന്താ പറയുക, എക്സലന്റ് ആയിട്ടൊരു ഫിലിം എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഫിലിമാണ് ബാഹുബലി ദ കൺക്ലൂഷൻ. ബാഹുബലി ദ കൺക്ലൂഷൻ മാത്രമല്ല, ഫസ്റ്റ് പാർട്ടും കാണണം. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് തിയേറ്ററിലോട്ട് പോയാൽ മതി കേട്ടോ. അടുത്തിരിക്കുന്ന ആളോട് കഥയൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. എന്തായാലും ബാഹുബലിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്കൊരു പാട്ട് കണ്ടിട്ട് തിരിച്ചു വരാം. എന്തായാലും ഇനി അസെറ്റ് അമേരിക്കൻ കഫേയിൽ മറ്റൊരു അടിപൊളി ഗാനം. വെൽക്കം ബാക്ക് ടു അസെറ്റ് അമേരിക്കൻ കഫേ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. ബാഹുബലി ദ കൺക്ലൂഷനിൽ നമ്മുടെ കട്ടപ്പ എന്തിനാണ് ബാഹുബലി കൊന്നതെന്ന് പറയണ്ടേ? വേണ്ടല്ലേ? ഇനി കാണാൻ ഒരുപാട് പേരുണ്ട്. എന്തായാലും അങ്ങനെ ഞാൻ എന്തായാലും ഇങ്ങനെ സസ്പെൻസ് ഒന്നും പൊളിക്കുന്ന ആളല്ല. പക്ഷെ ഫേസ്ബുക്കിലോട്ടും വാട്സപ്പിലോട്ടും ഒന്ന് കേറണം. എത്ര പേര് അയക്കുന്നല്ലേ അതിന്റെ ആ ഒരു സസ്പെൻസ് പൊളിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്താ സിനിമ കാണുന്നവരെ ഞാൻ ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ തുറക്കാണ്ടിരിക്കുകയായിരുന്നു. സിനിമ കണ്ടതിന് ശേഷം പിന്നെ ആശ്വാസമായി, ഫസ്റ്റ് ഡേ തന്നെ കണ്ടോണ്ട് ആശ്വാസമായി. എന്തായാലും ബാഹുബലി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു ഞാൻ പറഞ്ഞു. എന്തായാലും ഇപ്പൊ കണ്ട പാട്ട് രാമന്റെ ഏതൻ തോട്ടം എന്ന ഫിലിമിലെ പാട്ടാണ്. നമ്മുടെ രഞ്ജിത് ശങ്കർ ഡയറക്ട് ചെയ്ത് കുഞ്ചാക്കോ ബോബനും അനു സിത്താരയും നായകനും നായികയുമായിട്ട് അഭിനയിക്കുന്ന ഫിലിമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഫിലിംസിന്റെ ഒക്കെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അതിന്റെ സിനിമാറ്റോഗ്രഫി തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടല്ല എല്ലാം ചിത്രീകരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറെ ടെക്നിക്കാലിറ്റീസ് ഒക്കെ കൂടുന്നുണ്ട്. ഒരുപാട് നല്ല നല്ല കഴിവുള്ള സിനിമാറ്റോഗ്രാഫേഴ്സ് എത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എല്ലാ പാട്ടും എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചെയ്യുന്നത്. എന്തായാലും ഈ ഫിലിം ഒരു ലവ് സ്റ്റോറി പറയുന്ന ഫിലിമാണ്. ഈ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞപ്പോൾ ഈ എല്ലാവരുടെ ലൈഫിലും ലവ് സ്റ്റോറീസ് ഉണ്ടാവും. ഈ പാട്ട് കണ്ടോണ്ടിരുന്നപ്പോൾ ഞാൻ എങ്ങനെ ആലോചിക്കായിരുന്നു നിങ്ങളോട് എല്ലാവരും പറയാൻ വേണ്ടിയിട്ട്. ഈ ലവ് സ്റ്റോറീസ് ഉണ്ടാവും, അതിന് ചിലപ്പോൾ ഹാപ്പി എൻഡിങ് ആയിരിക്കും, ചിലപ്പോൾ വളരെ ട്രാജഡി ആയിട്ടുള്ള എൻഡിങ് ആയിരിക്കും. മിക്ക ഈ കോളേജ് സ്കൂൾ ലവ് സ്റ്റോറീസ് എല്ലാം മിക്കവാറും ട്രാജഡിയാണ്. എന്ന് വെച്ചാൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം കാണും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുറെ കഴിയുമ്പോഴേക്കും മാറി ചിന്തിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പം ഒരാൾ മാറി ചിന്തിക്കുമ്പോൾ മറ്റേ ആൾക്കാർക്കും അല്ലേ വിഷമം. മറ്റേ ആള് ഒരുപാട് കഷ്ടപ്പെട്ടായിരിക്കും ആ ഒരു കടമ്പ ചാടിക്കിടക്കുന്നത്. എന്തായാലും ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ വിഷമമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ചില എന്റെ ഫ്രണ്ട്സ് ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. എന്താ വെച്ചാൽ ഒന്ന് വിഷമം വരുമ്പോഴേക്കും ഇങ്ങനെ ലവ് ഫെയിലിയർ ഒക്കെ ഉണ്ടാകുമ്പോഴേക്കും അപ്പൊ തന്നെ സ്റ്റാറ്റസ് ഇടും, ഐ ആം റിയലി സാഡ്, വാട്ട് ടു ഡു എന്ന് കുറച്ച് സ്റ്റാറ്റസ് ഇടും. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യും. ഇങ്ങനെ ഞാൻ വിഷമമാണ്, ഞാൻ വിഷമിച്ചാണ് ഇരിക്കുന്നത്, എനിക്ക് പറ്റുന്നില്ല എന്നിങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന രീതിയിൽ അവര് ഓരോന്ന് കാണിച്ചു കൂട്ടും. പക്ഷേ ഇത് കാണിക്കുന്നതുകൊണ്ട് ഒരു ഗുണവും ഇല്ല. ഈ ശരിക്കും പറഞ്ഞാൽ അവര് തിരിച്ചു വരുമായിരിക്കും എന്ന് ചിന്തിച്ചിട്ടാണ്. ശരിക്കും നമ്മൾ വിഷമിക്കുന്ന കണ്ടാ ആരും തിരിച്ചൊന്നും വരത്തില്ല. കാരണം അവർക്ക് അങ്ങനെ ഒരു സെന്റിമെന്റ്സ് ഇല്ല. പക്ഷെ നമ്മൾ ബോൾഡ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ ആദ്യമൊക്കെ നമ്മൾ ആക്ട് ചെയ്യായിരിക്കും, ഞാൻ ബോൾഡാണ്, ഞാൻ മാറി എന്നൊക്കെ. പക്ഷെ അങ്ങനെ ആക്ട് ചെയ്ത് നമ്മൾ ശരിക്കും ബോൾഡ് ആവും. നമ്മൾ എത്ര പെട്ടെന്ന് ഇതൊക്കെ റിക്കവർ ആവുന്നു അത്രയും ബോൾഡാണ് നമ്മൾ എന്ന് ആ ഒരു നമ്മളെ തന്നെയാണ് നമ്മൾ അതിലൂടെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ ആരായിട്ട് ജനിക്കുന്നു എന്നല്ല, നമ്മൾ ആരായി മാറുന്നു എന്നതിലാണ് കാര്യം. അപ്പം എന്ത് പ്രശ്നം ഉണ്ടായാലും അതെല്ലാം തരണം ചെയ്ത് നമ്മളെ തന്നെ മോൾഡ് ചെയ്ത് നല്ലൊരു ഹ്യൂമൻ ബീയിങ് ആക്കി മാറ്റുക. എന്ത് പ്രശ്നം തന്നാലും അത് ദൈവം തരുന്നതാണ് ഭാവിയിൽ നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട്. അപ്പൊ ആരും തന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും വിഷമിക്കേണ്ട, അതൊക്കെ ഈസി ആയിട്ട് സോൾവ് ചെയ്ത് നല്ലൊരു ലൈഫിലോട്ട് നമുക്ക് മുന്നോട്ട് എത്താൻ സാധിക്കും. എന്തായാലും നല്ലൊരു പാട്ട് കാണാം അല്ലെ. ഇനി അസെറ്റ് അമേരിക്കൻ കഫേയിൽ മറ്റൊരു ബ്യൂട്ടിഫുൾ സോങ്. വെൽക്കം ബാക്ക് ടു അസെറ്റ് അമേരിക്കൻ കഫേ. നമ്മളിപ്പോൾ കണ്ട പാട്ട് ടേക്ക് ഓഫിലെ നല്ലൊരു പാട്ടായിരുന്നു. വളരെ ലിറിക്സിനൊക്കെ നല്ല മീനിങ് ഉള്ള ഒരു പാട്ടായിരുന്നു. എന്തായാലും ഇന്ന് എനിക്ക് പോകാൻ സമയമായിരിക്കും. എന്നാണ് പോകുന്നതിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയട്ടെ. നമ്മുടെ ഫെയിലിയേഴ്സിനെ പറ്റിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഫെയിലിയേഴ്സ് വരുമ്പോഴേക്കും നമുക്കൊരു സ്വഭാവമുണ്ട്. എപ്പോൾ ഫെയിലിയർ വന്നാലും അപ്പം നിർത്തിയിട്ട് അങ്ങ് പൊക്കളയും അല്ലേ. വീണ്ടും ട്രൈ ചെയ്യാനുള്ള ആ ഒരു ശീലം നമുക്ക് ആർക്കും ഇല്ല. വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ. ഒരു തവണയും കൂടെ ചിലപ്പോൾ ട്രൈ ചെയ്തെന്നിരിക്കും, അപ്പോഴും ഫെയിലിയർ ആണെങ്കിൽ നിർത്തും. ഇങ്ങനെ നിർത്തരുത്. നമ്മുടെ തോമസ് എഡിസനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. 1001 ചെയ്ത് വിജയിച്ച എക്സ്പെരിമെന്റ് ആണ് നമ്മുടെ ലൈറ്റ് ബൾബ്. അതിന് മുന്നേ ഉള്ള 1000
പരാജയമായിരുന്നു. എന്തായാലും അങ്ങനെ നമ്മളെങ്ങാനും ആണെങ്കിലോ എപ്പോ പോയി രണ്ടാമത്തേന് നമ്മൾ എപ്പോ പോയി നോക്കിയാൽ മതിയായിരുന്നു. അപ്പൊ അങ്ങനെ തോമസ് എഡിസൺ ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മൾ എല്ലാവരും ഇപ്പൊ ഇരുട്ടത്തിരുന്നേനെ. എന്തായാലും തോമസ് എഡിസൺ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒക്കെ കണ്ടുപിടിക്കായിരിക്കും. അത്രയും നമുക്ക് ആഴത്തിൽ ചിന്തിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് എന്ത് ഫെയിലിയർ ഉണ്ടായെങ്കിലും വീണ്ടും 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 ട്രൈ ചെയ്ത് അത് സക്സസിൽ എത്താൻ വേണ്ടി ഇങ്ങനെ ട്രൈ ചെയ്യുക. അതാണ് ശരിക്കും പറഞ്ഞാൽ ലൈഫിലെ ആ ഒരു ത്രിൽ എന്ന് പറയുന്നത്. എന്തായാലും ഇന്ന് എനിക്ക് പോകാൻ സമയമായിരിക്കുകയാണ്. അസെറ്റ് അമേരിക്കൻ കഫേയിലൂടെ വീണ്ടും കാണുന്നതുവരെ ബൈ. വീണ്ടും ഒരു നല്ലൊരു പാട്ട് കൊണ്ട് അവസാനിപ്പിക്കാം. സോ ദിസ് ഇസ് ശില്പ കാവാലം സൈനിങ് ഔട്ട്.